ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ ബൈറ്റ് എന്ന വേദപഠന കൂട്ടായ്മ 205 ദിവസങ്ങൾ പിന്നിടുന്നു. തുടർന്നും നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഇന്നത്തെ വായന ഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പെനാസിനോട്. നെബൂഖദ്നേസർ ചക്രവർത്തിയുടെ കൊട്ടാര ഉദ്യോഗസ്ഥരിൽ അഥവാ ഷണ്ഡന്മാരിൽ പ്രധാനിയായിരുന്നു അശ്പെനാസ്. അശ്പെനാസ് എന്നത് ഒരു പേർഷ്യൻ പേരായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. അസീറിയൻ ഭാഷയിൽ തലവൻ എന്നർത്ഥമുള്ള സ്ഥാനപ്പേരിൽ നിന്നാണ് എബ്രായ, ഈജിപ്റ്റ് ഭാഷകളിൽ ഷണ്ഡൻ എന്ന വാക്ക് പ്രയോഗത്തിൽ വന്നത്. രാജാവിൻ്റെ ഒരു മേലുദ്യോഗസ്ഥനെയാണ് ഷണ്ഡൻ എന്ന് പറയുന്നത്. രാജാവിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന അർത്ഥത്തിൽ പല പ്രയോഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 8-ാം അധ്യായം 15-ാം വാക്യം, 1 രാജാക്കന്മാർ 22-ാം അധ്യായം 9-ാം വാക്യം, 2 രാജാക്കന്മാർ 25-ാം അധ്യായം 19-ാം വാക്യം. ഇങ്ങനെ പോകുന്ന വേദഭാഗങ്ങളിലെല്ലാം ഇവരെ പട്ടാള ഉദ്യോഗസ്ഥരും ആയിട്ടും പറയപ്പെടുന്നു. മറ്റ് സാമ്രാജ്യങ്ങളിലും, അതായത് ഈജിപ്റ്റ്, അസീറിയ, ബാബിലോൺ, പേർഷ്യ എന്നിവിടങ്ങളിൽ ഈ സ്ഥാനപ്പേര് കാണുന്നുമുണ്ട്. കാവൽ ഉദ്യോഗസ്ഥർ, രാജകൊട്ടാരത്തിൽ സ്ത്രീകളുടെ അരമനയിൽ ഉദ്യോഗം ലഭിച്ചവർ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളാണ് ഇവർക്ക് നൽകിയിരുന്നത്. മാത്രമല്ല, രാജകൊട്ടാരത്തിൽ സ്ത്രീകളുടെ അരമനയിൽ ഉദ്യോഗം വഹിച്ചവർ ജന്മന ഷണ്ഡന്മാർ ആയിരുന്നിരിക്കാമെന്നും അല്ലെങ്കിൽ ഷണ്ഡന്മാർ ആക്കപ്പെട്ടവർ ആയിരിക്കാമെന്നും കരുതുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇവരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവർ ഉണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരും ഉണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരും ഉണ്ട് എന്ന്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന അശ്പെനാസ് നെബൂഖദ്നേസർ രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനി ആയിരുന്നു. പ്രവാസികളായി ബാബേലിലേക്ക് കൊണ്ടുവന്നവരിൽ വച്ച് രാജകുടുംബത്തിലും കുലീനതയിലും ഉള്ളവരായ, അംഗഭംഗമില്ലാത്തവരെയും സുന്ദരന്മാരായിട്ടുള്ളവരെയും ജ്ഞാനവും നിപുണതയും ഉള്ളവരെയും അറിവിൽ സമർത്ഥന്മാരെയും വിദ്യാപരിജ്ഞാനികളെയും ഒക്കെ തിരഞ്ഞെടുക്കുവാനായിട്ട് രാജാവ് അശ്പെനാസിനോട് പറയുന്നുണ്ട്. അതിൻ പ്രകാരം അശ്പെനാസ് വളരെ കൃത്യതയോടെ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. രാജാവിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ബാലന്മാരെ അശ്പെനാസ് തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, അവരെ കൽദയ ഭാഷയും വിദ്യയും പഠിപ്പിക്കുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ വ്യക്തി ഈ ബാലന്മാരോട് ദയയോടും കരുണയോടും ഇടപെടുന്നതായിട്ട് തിരുവചനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ അശ്പെനാസ് മറ്റൊരാളിനെ ചുമതലപ്പെടുത്തുന്നതായിട്ടും നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി നിറവേറ്റുന്ന അശ്പെനാസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെയും വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.